ഇനിയെങ്കിലും ഒന്ന് ചിരിക്കുന്നത് സന്തോഷിക്കേണ്ട നിമിഷമാണ്. എന്ത് കാര്യത്തിന്? ഞാനിപ്പോ വോട്ട് പിടിക്കാൻ വേണ്ടി എല്ലാ വോട്ടർമാരുടെ വീട്ടിലും ചെന്നിട്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ മുണ്ടൊക്കെ അഴിച്ചിട്ടാ വോട്ട് മേടിച്ചത്. ഞാനിപ്പോ ജയിച്ചില്ലേ? 5 വർഷം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇനിയിപ്പോ ഇവരൊക്കെ ഓരോ കാര്യത്തിന് എന്റെ ഇടയ്ക്ക് വരും. ഇങ്ങനെ അത് വേണം ഇത് വേണം. ഞാൻ അന്നേരം ഞാൻ കുറച്ച് സഹിച്ചു. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം. മോനാ, നമ്മുടെ പാനലിൽ നീ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റ് തൊപ്പിട്ട് പോയി. അല്ല മെമ്പറേ, നമ്മുടെ ഈ പരാജയത്തെ കുറിച്ച് നമുക്ക് ശരിക്കും ഒന്ന് പഠിക്കണം കേട്ടോ. അല്ല, നീ ഒരാളല്ലേ വിജയിച്ചുള്ളൂ. നീ വിജയിച്ചതിനെ കുറിച്ച് പഠിച്ചാ പോരെ. അപ്പൊ എളുപ്പത്തിൽ പരിപാടി കഴിയൂടാ. നമുക്ക് നമ്മുടെ കസേര തിരിച്ചു പിടിക്കണ്ടേ? പിടിക്കണം, കസേര തിരിച്ചു പിടിക്കണം. നമുക്ക് നിസ്സാര പോയ കസേര ഞാൻ തിരിച്ചു പിടിക്കും. എങ്ങനെ പിടിക്കും? ഇങ്ങനെ കിടക്കണ കസേര ഇങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചില്ല. സംഭവം പഴയതാണ്, അടിക്കുന്നത്. പക്ഷെ പ്രസിഡന്റ് പറയുമ്പോ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് യുവാക്കളെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആ മുഷീനെ ഇറക്കിയാലോ? മത്സ്യകൃഷി തുടങ്ങുന്നുണ്ടോ? അതല്ലെന്ന്, മറ്റേ ഈ കാള് ബോളൊക്കെ തട്ടി കളിക്കണേ മെസ്സിനെ ഇറക്കി കഴിഞ്ഞാല് പുള്ളി എന്താ ഈ ബോംബെയിലും കൽക്കട്ടയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഓക്കെയാണ്, നമ്മുടെ പാർട്ടി രക്ഷപ്പെടും. മെസ്സി കേരളത്തിലേക്ക് വരില്ലടാ. എന്താ വന്നാല്? മെസ്സിക്ക് ഭയങ്കര പേടിയാണ് കേരളത്തിലേക്ക് വരാൻ. എന്തുകൊണ്ട്? മെസ്സി കേരളത്തിൽ കാലെടുത്ത് കുത്തിയാൽ മെസ്സിയുടെ ഗോൾഡൻ ബൂട്ട് ചെമ്പായി പോകുന്നു പേടിച്ചിട്ട് മെസ്സി കേരളത്തിലേക്ക് വരില്ല.